ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്ന് അത്യാവശ്യമായിട്ട് നമുക്കിന്ന് വാടാനപ്പള്ളി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വേഗം റെഡി ആകുമ്പോഴത്തേനും എൻ്റെ ആദം സ്കൂളിൽ വന്നു കേട്ടോ. പിന്നെ അവനില്ലാണ്ട് പുറത്ത് പോകാൻ എനിക്കെന്തോ ഞാൻ മിക്ക സ്ഥലത്തേക്ക് പോകുമ്പോഴുണ്ടെങ്കിൽ ഞാൻ ആദമിനായിട്ടാട്ടോ പോവാൻ. ഞാൻ അവനെ എവിടെ ആക്കാറുമില്ല, ഒന്നുമില്ല. എനിക്ക് അവനില്ലാണ്ട് എന്തോ ഒരു അവനുണ്ടാകുമ്പോൾ എന്തോ എന്താണെന്നറിയില്ല, ഒരു കംഫർട്ടാണ് അവൻ. എനിക്ക് അവൻ്റെ കൂടെ എൻ്റെ കൂടെ അവനുണ്ടാകുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും അവനായിട്ട് അതാണ് പോണത്. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാനിട്ടല്ല. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എവിടെ പോകുമ്പോൾ ആ കുട്ടീനായിട്ടല്ലേ പോകുള്ളൂ, പിന്നെന്താ നീ എല്ലാവരും കൊണ്ടുപോകത്ത്, പിന്നെന്താ നീ അത് ഒറ്റയ്ക്ക് പോകാത്ത. അതെനിക്ക് പല പല ചോദ്യങ്ങളാണ്. എല്ലാത്തിനും ഉത്തരം പറയാമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവനില്ലാണ്ട് പുറത്ത് പോകുമ്പോൾ എന്തോ 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 പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എവിടെ പോകുമ്പോൾ എൻ്റെ മോനെ തന്നെ ആയിട്ട് വന്ന് പോണത്. അപ്പോൾ അവന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവനക്ക് ഒന്നാമത്തത് പുറത്ത് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വിശപ്പ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവനക്ക് ഷേക്ക് വേണോ അതോ അവിൽ മിൽക്ക് വേണോ ചായ വേണോ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ കുട്ടി അവിൽ മിൽക്കാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ അവിൽ മിൽക്കിൽ എന്തോ കുറേ ചോക്ലേറ്റിൻ്റെ ബോൾസും അതുപോലെ എന്തോ സ്ട്രോബെറിയുടെ അങ്ങനെ എന്തൊക്കെയോ വേറെ വേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവന് അവിൽ മിൽക്ക് അങ്ങനെ കുടിക്കാറില്ല. അങ്ങനെ നമ്മളിതേ വാടാനപ്പള്ളി ബസ് കയറാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കന് ഒന്ന് പിണങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവന് ഇന്നെ അവിടെ നിർത്തിയിട്ട് മൂപ്പരാൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാത്തതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് മൂപ്പരാൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ എൻ്റെ നിന്ന് നല്ല ചീത്ത കിട്ടും. അപ്പോൾ അവൻ്റെ മുഖമൊക്കെ ആകേനെ പോയിട്ട് ഒരു പിച്ചും കിട്ടി. അതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ബസ് കയറിയപ്പോൾ എൻ്റെ മോന് ഉറക്കം വന്നിട്ട് കേട്ടോ. അവനക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ട് അവനങ്ങനെ ഉറങ്ങിട്ടോ. ഞാൻ എന്നിട്ട് മൂന്നാം കല്ല് എത്തിയപ്പോൾ ഞാൻ ആദ്യമേ വേഗം എണീക്ക് എത്താനായി എന്നിട്ട് എണീപ്പിക്കുകയും ചെയ്തത് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഒരു ബബാ.